ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം. പ്രവചനം അസാധ്യം. കോൺഗ്രസിനായ ശശി തരൂർ, CPIയുടെ പന്ന്യൻ രവീന്ദ്രൻ, കേന്ദ്ര സഹമന്ത്രിയായ BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ എന്നിവരാണ് മത്സരരംഗത്ത്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. അതിനു മുൻപ് ആറ്റിങ്ങൽ മണ്ഡലത്തിന്റെ വിശദാംശങ്ങളുമായി അനുജ ചേരുന്നു തത്സമയം. അനുജ, ഇന്നിപ്പോൾ കലാശക്കൊട്ടാണ്. എന്താണ് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ അവസാനത്തെ പോരാട്ട ചിത്രം? വേണു, ആറ്റിങ്ങലിൽ കടുത്ത ത്രികോണ പോരാട്ടം നടക്കുകയാണ്. ഇന്ന് ആ പരസ്യ പ്രചാരണത്തിനെല്ലാം തിരശീല വീഴുകയാണ്. 3 മണിയോടെയൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് പ്രവർത്തകർ, അണികൾ ഒക്കെ എത്തിച്ചേരും എന്നുള്ളതാണ്. സ്ഥാനാർത്ഥികൾ എത്തുന്നുണ്ട് എന്നതാണ് വിവരം. അതിൽ ഇന്നത്തെ ഇവരുടെ പര്യടന പരിപാടി പരിശോധിച്ചാൽ അഡ്വക്കേറ്റ് വി ജോയ്, അദ്ദേഹം ബോണക്കാട് എസ്റ്റേറ്റിൽ തൊഴിലാളികളുടെ വീടുകൾ സന്ദർശിച്ചാണ് ഇന്ന് വോട്ട് തേടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് അദ്ദേഹത്തിന് റോഡ് ഷോ ഒന്നും ഇല്ല എന്നതാണ് അറിയിച്ചിട്ടുള്ളത്. അതെല്ലാം റദ്ദാക്കിയിട്ടുണ്ട്. ഇന്നലെ വാഹന പര്യടനം ഇന്നലത്തേത് കൊണ്ട് അവസാനിച്ചിരിക്കുന്നു. വി മുരളീധരൻ 3 മണിയോടെ മാമത്ത് നിന്ന് ഒരു റോഡ് ഷോയിൽ അദ്ദേഹം കച്ചേരിനട ജംഗ്ഷനിലേക്ക് എത്തും. കച്ചേരിനട ജംഗ്ഷനിലാണ് ഏറ്റവും പ്രധാന കലാശക്കൊട്ട് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ നടക്കുന്നത്. അടൂർ പ്രകാശ് ഇന്ന് റോഡ് ഷോയും അല്ലെങ്കിൽ വാഹന പര്യടനം അതൊന്നുമില്ല. ഈ ഫോണിലൂടെ അതുപോലെ തന്നെ നേരിൽ കണ്ടൊക്കെയുള്ള വോട്ട് തേടലാണ് ഇന്ന് അദ്ദേഹത്തിന്റെ പരിപാടി എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇന്നിപ്പോൾ ഈ ആറ്റിങ്ങലിൽ 7 പോയിന്റുകളിൽ കലാശക്കൊട്ട് നടക്കുന്നുണ്ട്. അത് കഴക്കൂട്ടം, കാട്ടാക്കട, കച്ചേരിനട, കിളിമാനൂർ, വിതുര, വർക്കല, മൈതാനം, വെഞ്ഞാറമൂട് എന്നിവിടങ്ങളിലാണ്. നമ്മൾ നിൽക്കുന്നത് കച്ചേരിനടയിലാണ്. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പോൾ ഈ ഇത്രയും ദിവസം ഏതാണ്ട് ഒരു 1.5 മാസമായി നടക്കുന്ന അത്യാവേശം നിറഞ്ഞ ആ പ്രചാരണത്തിനെല്ലാം സമാപനം, അതിന്റെയൊക്കെ ആവേശം മുഴുവൻ ഉൾക്കൊള്ളുന്നതാകും കച്ചേരിനടയിൽ നമ്മൾ 3 മണിക്ക് ശേഷം കാണാൻ പോകുന്ന കലാശക്കൊട്ട് എന്നതാണ്. 3 മുന്നണികളും വലിയ ആത്മവിശ്വാസത്തിലാണ്. ഇന്നലെ നമ്മൾ സ്ഥാനാർത്ഥികളുമായി സംസാരിക്കുമ്പോൾ അവരെല്ലാവരും ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. പല ആരോപണങ്ങൾ, അതിൽ കള്ളവോട്ട്, ഇരട്ട വോട്ട് എന്നുള്ളത് കഴിഞ്ഞ തവണ നമ്മൾ ഉയർന്നത് കേട്ടതുപോലെ തന്നെ ഇക്കുറിയും അടൂർ പ്രകാശ് ഉന്നയിക്കുന്നുണ്ടായിരുന്നു. അത് അദ്ദേഹം തെളിവ് സഹിതം കോടതിയിൽ ബോധിപ്പിച്ചിട്ടുണ്ട്. കോടതി ഉത്തരവ് വരുമ്പോൾ അത് ബോധ്യപ്പെടുമെന്നാണ് ഇന്നലെ നമ്മളോട് അടൂർ പ്രകാശ് പറഞ്ഞത്. എന്നാൽ ആ ആരോപണം നിഷേധിക്കുകയാണ് LDF. വി ജോയ് പറഞ്ഞത് ഇത് പരാജയ ഭീതി കൊണ്ട് അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണമാണ് എന്നാണ്. മറിച്ച് തിരിച്ചങ്ങോട്ട് പറയുന്നത് മദ്യം ഒഴുക്കിയും അതുപോലെ പണം നൽകിയും ഒക്കെ വോട്ടേഴ്സിനെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് ആ ആരോപണം അടൂർ പ്രകാശം നിഷേധിക്കുന്നു. ഇനി വി മുരളീധരനാകട്ടെ, ഇതെല്ലാം പരസ്പരം 2 കൂട്ടരും തമ്മിൽ നടത്തുന്ന അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഇത്തരം ആരോപണങ്ങളിൽ ജനങ്ങളെ കബളിപ്പിക്കാനുള്ളതാണ്. അതിൽ ജനങ്ങൾ വീടരുതെന്ന് അവർ പറയുന്നു. 2 കൂട്ടരും തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ആണ് നിലവിലുള്ളത്. വികസനം എന്നുള്ളത് ഇവിടെ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. വേണു, ആറ്റിങ്ങലിലെ പ്രാദേശിക വികസനം, അതിൽ ബൈപ്പാസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അതിൽ 3 മുന്നണികളും ഒരേപോലെ അവകാശവാദം ഉന്നയിക്കുന്നത് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കേൾക്കുന്നുണ്ട്. ഒപ്പം കേന്ദ്രമന്ത്രിയാണ് മത്സരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് കേന്ദ്ര വിഷയങ്ങളൊക്കെ വരുന്നുണ്ട്. ഇന്നലെ LDF ഉന്നയിച്ചൊരു ചോദ്യം, എന്താണ് വി മുരളീധരൻ കേരളത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളത്, ആറ്റിങ്ങലിന് വേണ്ടി ചെയ്തിട്ടുള്ളത് എന്നാണ്. അതിനൊക്കെ അദ്ദേഹം മറുപടി പറയുന്നു. വന്ദേ ഭാരത് കേരളത്തിന് അനുവദിച്ചത്, 2 ട്രെയിനുകൾ അനുവദിച്ചതിൽ തന്റെ പങ്ക് എന്താണ് എന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം ഈ ആറ്റിങ്ങലുമായി ബന്ധപ്പെട്ടുള്ള ദേശീയപാത വികസനം, കഴക്കൂട്ടം ഫ്ലൈ ഓവർ തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം നമ്മളോട് വിശദീകരിക്കുന്നു. പിന്നെ ഈ യുക്രൈനിൽ, റഷ്യയിൽ കുടുങ്ങിയ മലയാളികളെ തിരിച്ചു കൊണ്ടുവരിക, ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്റെ ഇടപെടൽ, കേരളത്തിന് വേണ്ടി എന്തൊക്കെ മോദി സർക്കാർ ചെയ്തിട്ടുണ്ടോ അതിലെല്ലാം ഒരു പങ്ക് തനിക്കും അർഹതപ്പെട്ടതാണ്. ഇനി എന്താണ് വരുന്ന 5 വർഷം MP ആയി തിരഞ്ഞെടുക്കപ്പെട്ടാൽ താൻ ചെയ്യാൻ പോകുന്നത് എന്നതിന്റെ ഒരു വികസന രേഖ കൂടി ഇന്നലെ വി മുരളീധരൻ പുറത്തിറക്കിയിട്ടുണ്ട്. ഒരു അട്ടിമറി ഉണ്ടാകും, ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് വി മുരളീധരൻ പറഞ്ഞത്. ഏതായാലും നമുക്കറിയാം, ഇതിന്റെ ഒരു ഭൂപ്രകൃതി പരിശോധിച്ചാൽ കടലും കായലും മലയോര മേഖലയും ഒക്കെ ചേർന്ന ഇടമാണ് ആറ്റിങ്ങൽ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വിഷയങ്ങളും വ്യത്യസ്തമാണ്. എല്ലാ വിഷയങ്ങളും ഇവിടെ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്. സാധാരണക്കാരുടെ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. അതിൽ കൈത്തറി മേഖല, കയർ, ഈ തൊഴിലാളികളുടെ ഒക്കെ പ്രശ്നങ്ങൾ ഇതെല്ലാം ഉണ്ട്. ഒപ്പം ഏറ്റവും പ്രധാനം വേണു, തീരദേശ മേഖലയാണ്. തീരദേശ മേഖലയിലുള്ളവർ, മുതലപ്പൊഴിയൊക്കെയുള്ള ഇതെല്ലാം ഈ മണ്ഡലത്തിൽ പെടുന്നതാണ്. അപ്പോൾ അവർക്കൊക്കെയുള്ള അതൃപ്തി എന്താണെന്ന് നമുക്കറിയാം. അതിന് ഇന്നലെ ഇപ്പോൾ വി ജോയ് പറഞ്ഞത് സർക്കാരിനോട് ഒരു വിരുദ്ധ വികാരം ഉണ്ടായിരുന്നു, ഒരു അതൃപ്തി ഉണ്ടായിരുന്നു ഈ മേഖലയിലുള്ളവർക്ക്. പക്ഷെ അതെല്ലാം ഇപ്പോൾ മാറിയിട്ടുണ്ട്. അവരുമായെല്ലാം സംസാരിക്കുന്നുണ്ട്. സഭാ നേതൃത്വത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. മുതലപ്പൊഴിയിൽ 11 നിർദ്ദേശങ്ങളാണ് നടപ്പാക്കാൻ പോകുന്നത്. അത് സഭാ നേതൃത്വത്തിന്റെ പൂർണ്ണ പിന്തുണ തങ്ങൾക്കുണ്ട് എന്നൊരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. എന്നാൽ മുതലപ്പൊഴിയിൽ ഇതുവരെ ഒന്നും ചെയ്യാതെ ഇപ്പോൾ ഇവർ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന മറുചോദ്യം വി മുരളീധരൻ ഉന്നയിക്കുന്നു. താൻ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്ന് NDAയും പറയുന്നു. അതുപോലെ തന്നെ തീരദേശ മേഖലയിലുള്ള അവരുടെ വിശ്വാസം UDFും ഇപ്പോൾ നമ്മളോട് പറയുന്നുണ്ട്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്ക് തീരദേശ മേഖലയിൽ ഉണ്ട്. കൂടാതെ ഈഴവ വോട്ടുകളും വളരെ പ്രധാനമാണ്. വർക്കല, ശിവഗിരിയൊക്കെ അടങ്ങുന്ന മേഖലയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ അതൊക്കെ നമ്മൾ ഇന്നലെ സ്ഥാനാർത്ഥികളോട് സംസാരിക്കുമ്പോൾ അതെല്ലാം ഉയർന്നു വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്തുകൊണ്ടുള്ള ഒരു പ്രചണ്ഡ പ്രചാരണത്തിന് ഇന്ന് 3 മണിയോടെ സമാപനമാവുകയാണ്. അതിനുശേഷം കലാശക്കൊട്ട് 6 മണിയോടെ
ഈ കലാശക്കൊട്ടെല്ലാം അവസാനിച്ച് പിന്നീട് നാളെ ഒരൊറ്റ ദിവസം അത് പരസ്യ പ്രചാരണമാകില്ല എന്നുള്ളതാണ്, നിശബ്ദ പ്രചാരണമായിരിക്കും. ഇതിൽ മാർഗനിർദ്ദേശങ്ങൾ ഇതിനോടകം തന്നെ കലാശക്കൊട്ടിനുള്ളത് പുറപ്പെടുവിച്ചിട്ടുണ്ട് ജില്ലാ കളക്ടർ. ഒരു തരത്തിലുള്ള വിദ്വേഷ പരാമർശങ്ങൾ, അതുപോലെ അത്തരത്തിലേക്കുള്ള ഒരു പ്രവൃത്തിയും പാടില്ല. മറ്റ് സ്ഥാനാർത്ഥികളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നത് പാടില്ല. അതുപോലെ എങ്ങനെയായിരിക്കണം അനൗൺസ്മെന്റുകൾ, അത് അനുവദനീയമായ രീതിയിൽ മാത്രമേ അതിന്റെ ശബ്ദം പാടുള്ളൂ. അങ്ങനെ ഒട്ടേറെ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് മാത്രമേ ഈ കലാശക്കൊട്ട് നടത്താൻ അനുവദിക്കുകയുള്ളൂ എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഏതായാലും നമ്മൾ 3 മണിയോടെ ഈ ഒരു കലാശക്കൊട്ട് അതിന്റെ ഒരു തുടക്കമാകും. മണിക്കൂറുകളോളം നീളുന്ന കലാശക്കൊട്ടിൽ ഇതിന്റെ എല്ലാം ഒരു അന്ത്യത്തിലേക്ക് കടക്കും. നമ്മൾ ഇതുവരെ കണ്ട ആ ചൂട് അത് മുഴുവൻ അവിടെ കൊണ്ടൊരു കലാശക്കൊട്ടിൽ കൊണ്ട് അവസാനിക്കുകയും ചെയ്യും. നമ്മൾ ആ ഒരു നിമിഷം തത്സമയം അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യും. അങ്ങനെ ആറ്റിങ്ങലിലെ പ്രചാരണം ഇതിപ്പോൾ എല്ലാം അവസാന മണിക്കൂറിലേക്ക് എത്തി നിൽക്കുമ്പോൾ തികച്ചും അൺപ്രഡിക്റ്റബിൾ ആണ് ഇവിടെ എന്നുള്ളതാണ്. 3 മുന്നണികളും ഒരുപോലെ പ്രതീക്ഷ അർപ്പിക്കുന്നു. ഇടത് കോട്ടയിൽ ഇടതിന് മാത്രമായി പ്രതീക്ഷ നൽകാൻ കഴിയില്ല എന്നത് മറ്റ് 2 മുന്നണികളും ഉറപ്പിക്കുകയാണ്. ശരി, ആറ്റിങ്ങലിലെ പോരാട്ട ചിത്രത്തിന്റെ വിശദാംശങ്ങളാണ് അനുജ നൽകിയത്.